തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ ക്രൂര കൊലപാതകം 6 പേരെ കൊലപ്പെടുത്തിയെന്ന് 23-കാരൻ പേരുമല സ്വദേശി അഫാനാണ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. അതേസമയം 5 പേരുടെ മരണം സ്ഥിരീകരിച്ചതായി പോലീസ്. പ്രതി വിഷം കഴിച്ച ശേഷമാണ് കീഴടങ്ങിയത്. പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സംഭവ സ്ഥലത്ത് നിന്ന് രശ്മി കാർത്തിക ചേരുന്നു. ആദ്യം പ്രജിത്തിലേക്ക് എത്തുമ്പോൾ, പ്രജിത്ത്, അഫാൻ 6 പേരെ കൊലപ്പെടുത്തിയെന്നായിരുന്നു ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത്. പക്ഷെ 5 പേരാണ് ആ പട്ടികയിൽ നിന്ന് മരണപ്പെട്ടിരിക്കുന്നത്. അഫാന്റെ മാതാവ് ഇപ്പോഴും ഗുരുതരമായി തുടരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആരെയൊക്കെയാണ് അഫാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്? അതിൽ കൊല ചെയ്യപ്പെട്ടത് ആരൊക്കെ? തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിലാണ് ക്രൂര കൊലപാതകം ഉണ്ടായത്. കൂട്ടക്കൊലപാതകം നടന്നതായി പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതിനു ശേഷം വെളിപ്പെടുത്തുകയായിരുന്നു. വിഷം കഴിച്ചതിന് ശേഷമായിരുന്നു അഫാൻ എന്ന 23-കാരൻ പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് വിവരങ്ങൾ പറഞ്ഞത്. അതിൽ 5 പേർ കൊല ചെയ്യപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഫാന്റെ മാതാവ് ഇപ്പോഴും ഗുരുതര നിലയിൽ തുടരുകയാണ്. അഫാന്റെ മാതാവിനെയും സഹോദരനെയും പെൺസുഹൃത്തിനെയും മറ്റുമാണ് അഫാൻ കൊലപ്പെടുത്തിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 5 പേർ മരണപ്പെട്ടിരിക്കുന്നു. ഒരാൾ ഇപ്പോഴും അതീവ ഗുരുതര നിലയിൽ തുടരുകയാണ്. അഫാൻ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തിയാണ് കീഴടങ്ങിയത്. പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, ആരെയൊക്കെയാണ് അഫാൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്? അതിൽ ആരൊക്കെ മരണപ്പെട്ടു? ദേവിക, വളരെ നിഷ്ഠൂരമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നമുക്ക് ഈ എല്ലാം പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ പോലീസ് പോലും എല്ലാ കാര്യങ്ങളും ഒന്നും പൂർണ്ണമായി പറയുന്നില്ല. പക്ഷെ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നത് പ്രതിയുടെ 14 വയസ്സുള്ള സഹോദരനെ വെട്ടിക്കൊന്നു. അതോടൊപ്പം തന്നെ പ്രതിയുടെ അമ്മുമ്മയായിട്ടുള്ള സ്ത്രീ അവരെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ എസ് എൽ പുരത്ത് പോയി ലത്തീഫ്, ഭാര്യ സാഹിദ എന്ന് പറയുന്ന 2 പേർ, ഇവർ പ്രതിയുടെ വലിയച്ഛനും വല്യമ്മയുമാണ്. അതായത് പ്രതിയുടെ അച്ഛന്റെ സഹോദരനും ഭാര്യയുമാണ് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ അമ്മയെ ആക്രമിച്ചിരിക്കുന്നു, പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ സംഭവത്തിന്റെ പേരുകളും വിവരങ്ങളും ഒക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴും ഈ കൊല്ലപ്പെട്ടവരുടെ കാര്യങ്ങളിൽ ഇത്രയും പേരുടെ പേരുകളാണ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഈ പെൺസുഹൃത്തിന്റെ കാര്യത്തിലാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. ഈ കുട്ടിയുടെ പൂർണ്ണമായ വിവരങ്ങൾ പുറത്തുവിടാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. കാരണം ആദ്യഘട്ടത്തിൽ കൊല്ലപ്പെട്ട ഈ പറയുന്ന എസ് എൽ പുരത്ത് കൊല്ലപ്പെട്ട ലത്തീഫും ഭാര്യ സാഹിദയും അവർ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളാണ് എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്ന വിവരങ്ങൾ. ഇപ്പോൾ അങ്ങനെയല്ല. ഈ കൊല ചെയ്ത യുവാവിന്റെ അച്ഛന്റെ സഹോദരനും ഭാര്യയുമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ മരിച്ച സഹോദരൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്വന്തം സഹോദരനെയും പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഏറ്റവും ബന്ധുക്കളായ 5 പേരെ പ്രതി കൊലപ്പെടുത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പെൺസുഹൃത്ത് ആരാണ് എന്നുള്ള കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത പോലീസിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. എന്തായാലും ഈ പ്രതിയെ അഫാനെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ വിഷം കഴിച്ചു എന്നുള്ള കാര്യം പോലീസിനോട് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പ്രതിയെ ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഗുരുതരമായി പരിക്കേറ്റ അഫാന്റെ അമ്മയും ചികിത്സയിൽ തുടരുകയാണ്. എന്തായാലും വലിയ സാരമായ പരിക്ക്, അല്ലെങ്കിൽ വളരെ ഗുരുതര പരിക്ക് തന്നെയാണ് അഫാന്റെ അമ്മയ്ക്കും ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം. ഈ മരിച്ച ആളുകളുടെ പേര്, ഇപ്പോൾ പാങ്ങോട് കൊല്ലപ്പെട്ടത് പ്രതിയുടെ അമ്മുമ്മയാണ് എന്നുള്ളതാണ്. പേര് അർത്തിക ബീവി, 88 വയസ്സാണ്. അതോടൊപ്പം തന്നെയാണ് എസ് എൽ പുരത്ത് മരിച്ച ലത്തീഫ് 63, ഭാര്യ സാഹിദ 53 വയസ്സ്. പ്രതിയുടെ സഹോദരൻ 14 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം. അതോടൊപ്പമാണ് ഈ ആദ്യത്തെ 3 കൊലപാതകങ്ങളും ചെയ്തിട്ടാണ് പിന്നീടുള്ള കൊലപാതകങ്ങൾ പ്രതി ചെയ്തത്. 2 മൃതദേഹങ്ങൾ ചുള്ളം എന്ന് പറയുന്ന സ്ഥലത്ത്, എസ് എൽ പുരം, ചുള്ളം, പാങ്ങോട്, ഇങ്ങനെ 3 ഇടത്തായിട്ടാണ് പ്രതി ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ ആസൂത്രിതമായി തന്നെ ചെയ്തു എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. പക്ഷേ ഈ മോട്ടീവ് എന്താണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. ഇയാൾക്ക് ലഹരി മരുന്നിന് അടിമയായിരുന്നു ഇയാൾ എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരിക്കാത്ത വിവരവും കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് പൂർണ്ണമായും സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ പണം ചോദിച്ചിട്ട് നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ എന്നുള്ളൊരു കാര്യം കൂടി, അല്ലെങ്കിൽ അത്തരമൊരു വിവരം കൂടി ഘട്ടത്തിൽ പുറത്തു വരുന്ന എന്നുള്ളതാണ്. അച്ഛൻ പണം നൽകാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളൊരു വിവരം ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്നു. അതും ഉറപ്പിച്ചു പറയാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല. കാരണം പോലീസ് തന്നെ ആദ്യഘട്ടത്തിൽ ഈ പ്രതി നൽകിയ മൊഴികൾ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും വിശ്വസിച്ചിരുന്നില്ല. പോലീസ്
കരുതിയത് പ്രതി മാനസിക പ്രശ്നമുള്ള ഒരാളായിരിക്കാം എന്നുള്ളതായിരുന്നു. എന്നാൽ പിന്നീട് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതും അതൊരു വലിയ കൂട്ടക്കൊല തന്നെയാണ്, അല്ലെങ്കിൽ കേട്ടുകേൾവിയില്ലാത്ത വിധത്തിലുള്ള ഒരു കൂട്ടക്കൊല തന്നെയാണ് എന്നുള്ളത് പോലീസ് തിരിച്ചറിയുന്നത്. എന്തായാലും പ്രതി ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമികമായി ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി. എന്നാലും പ്രതി ഇപ്പോൾ ചികിത്സയിലുള്ളതിനാൽ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ ഈ ഘട്ടത്തിൽ നടക്കാൻ സാധ്യതയില്ല. മറ്റ് മൊഴികളും കാര്യങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം ശരി, സംഭവ സ്ഥലത്ത് നിന്ന് രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, നമുക്കറിയാം ഈ പ്രതി എന്ന് പറയുന്ന ആൾ പേരുമലയിലെത്തിയ സഹോദരനെയും ഒരു പെൺകുട്ടിയെയും അമ്മയെയും വെട്ടി കൊലപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഇത് ആദ്യഘട്ടത്തിൽ പെൺ സുഹൃത്താണെന്നുള്ള നിലയിലാണ് വിവരങ്ങൾ പുറത്തേക്ക് വന്നത്. ഇപ്പോൾ പക്ഷെ പോലീസിന് ആ ഒരു കാര്യത്തിൽ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടല്ലോ. ഇത് പെൺ സുഹൃത്താണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ബന്ധുക്കളാണോ എന്നുള്ള കാര്യത്തിൽ പോലും ഇപ്പോൾ സംശയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം. ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നിട്ടുണ്ടോ? അത് ആരാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? ആ പെൺ സുഹൃത്താണ് എന്നുള്ളതാണ് ദേവിക നമുക്കിപ്പോൾ നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ കൊലപാതകം നടന്ന വീടാണ്. തിരുവനന്തപുരത്തെ ഒന്നടക്കം ഞെട്ടിച്ചൊരു കൊലപാതകം തന്നെയാണ് ഈ നടന്നിരിക്കുന്നത്. 6 പേരെ വെട്ടിക്കൊന്നു എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം ഈ 23 വയസ്സുകാരൻ അഫാൻ വെളിപ്പെടുത്തിയത്. ഇതിൽ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കൊല നടത്തിയ രണ്ടാമത്തെ വീട്ടിലെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ നാടിനെ നടുക്കിയ കൊല നടന്നിരിക്കുന്നത്. ഉമ്മയെ വെട്ടി കൊലപ്പെടുത്തി, അതിനുശേഷം അനിയനെ കൊലപ്പെടുത്തുന്നു. കാമുകി എന്നാണ് പറയുന്നത്, പെൺ സുഹൃത്താണ് എന്നുള്ളതും പറയുന്നതിൽ കൃത്യമായൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. അതിനുശേഷം ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കളെയും കൊലപ്പെടുത്തുന്നുണ്ട്. പ്രതിയുടെ അച്ഛന്റെ അമ്മ, അതായത് പാങ്ങോടുള്ള പ്രതിയുടെ അച്ഛന്റെ അമ്മയും കൊലപ്പെടുത്തുന്നു. 3 ഇടങ്ങളിലായിട്ടാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. ഇതിന്റെ പ്രധാന കാരണം എന്താണ് എന്നുള്ള കാര്യം, അതായത് സാമ്പത്തിക പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം വിദേശത്ത് ഇവരൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ഈ 23-കാരന്റെ അച്ഛൻ വിദേശത്ത് ഇത്തരത്തിലൊരു ഫർണിച്ചർ കടയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ആദ്യം ലാഭമായിരുന്നെങ്കിലും പിന്നീട് അത് വലിയ രീതിയിൽ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഫാനും അവിടേക്ക് വിദേശത്ത് തന്നെ ആയിരുന്നു. ഈ ബിസിനസ് പൊട്ടിപ്പൊളിഞ്ഞ ഒരു നിലയിൽ കൂടുതൽ പണം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഈ പണം നൽകാൻ ആരും തന്നെ തയ്യാറായില്ല. കൂടുതൽ പണം ആവശ്യപ്പെട്ടത് നൽകാത്തതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നൊരു വിവരം. അതാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന ഒരു വിവരം. പ്രാഥമിക വിവരങ്ങളാണ് നിലവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ പണം നൽകാത്തതിനെ തുടർന്നുണ്ടായ വൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഈ 2 മണിക്കൂറുകളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ 3 ഇടങ്ങളിലായി ഇത്രത്തോളം കൊലപാതകം നടന്നത്.